ആലപ്പുഴയിലൂടെ കുറേ കറങ്ങി. ഇനി എങ്ങോട്ട് പോകേണ്ടതെന്ന് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് കാണുന്നത് പാതിരാമണൽ. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിൻ്റെ അടുത്ത് വരുന്നതാണ് പാതിരാമണൽ ഐസ്ലാൻഡ്. ഞാൻ അതിനു മുമ്പ് ന്യൂസിലും റീൽസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന സ്ഥിതിക്ക് അതുകൂടി കാണാമെന്ന് കരുതി. കൂട്ടുകാരൻ തിരക്കിലായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നായിരുന്നത്. ആദ്യം ഞാൻ വന്ന് ഡീറ്റെയിലൊക്കെ അന്വേഷിച്ച് പോയി. ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നതും ബുദ്ധിയല്ല, കമ്പനിക്ക് ഒരാളെയും കൂട്ടി വരുന്നതാണ് നല്ലതെന്നും തോന്നി. അവിടെ പ്രൈവറ്റ് ബോട്ടിലാണ് പോകുന്നത്. ഒരാൾ പോയാലും 600 രൂപ, 2 ആൾ പോയാലും 600 5 ആൾ പോയാലും 600 അവർ കണക്ക് പറയുന്നത്. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു, ആരെങ്കിലും വന്ന് അവരൊപ്പം പോകാമല്ലോ കരുതിയിട്ട്. ആരെ അങ്ങനെ കാണാനുമില്ല. റിസോർട്ടിലൊരു ടീം വന്നായിരുന്നു, അവരോട് ഇവർ 1000 രൂപ റേറ്റ് പറയുന്നത്. അതുകൊണ്ട് അവർ പോയില്ല, ഞാൻ അന്ന് പോയില്ല. പിന്നെ പിറ്റേ ദിവസം എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഞങ്ങൾ 2 ആളും പോയി. ബോട്ടിന് 600 രൂപ വരുന്നത്. എൻട്രൻസ് ഫീ 20 രൂപയാണ് അവിടെ വരുന്നത്. അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നത്, ആ ചേട്ടനാണ് കളക്ട് ചെയ്യുന്നത്. പട്ടണമണിക്ക് പോയാ പോരെ. അവിടെ ചെന്നപ്പോൾ ഒരു ഏർമാടൊക്കെ കണ്ടു. അതിൽ കയറാൻ ആദ്യം ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കയറി മുകളിലൊക്കെ ചെന്നു. നല്ല വ്യൂ ഒക്കെ ആണ് അതിൻ്റെ മേലെ. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. നല്ല കാട്, നടക്കാൻ ചെറിയൊരു പാതയുണ്ട്, ചുറ്റും വനങ്ങളാണ്. കണ്ടൽക്കാടാണ് സൈഡിലൊക്കെ കാണുന്നത്. ഞങ്ങൾ കുറേ പക്ഷികളും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ വലിയ പക്ഷികളെ ഒന്നും കാണാനില്ല. ഞങ്ങൾ കുറേ എക്സ്പെക്റ്റ് ചെയ്തു. അതേപോലെ ഞാൻ ഇപ്പോൾ ഉള്ളത് പാതിരാമണൽ ഐലാൻഡിലാണ്. അപ്പോൾ ഇങ്ങോട്ട് എൻട്രി ഫീ വരുന്നത് 20 രൂപയാണ് ഒരാൾക്ക്. പക്ഷെ ഇങ്ങോട്ട് വരണമെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് സർക്കാരിൻ്റെ ഇതുണ്ട്, ബോട്ടുണ്ട്. അതിന് 400 രൂപ നോൺ എ സിക്ക് വരുന്നത്. അത് എന്നും 11 മണിക്കുള്ളത്. അപ്പോൾ നമുക്കതറിയില്ലായിരുന്നു, ഞങ്ങൾ പോകുമ്പോഴേക്കും മിസ്സായി അത്. അപ്പോൾ പ്രൈവറ്റായിട്ടാണ് ഞങ്ങൾ വന്നത്. അതിൽ വരുന്നത് 600 രൂപയാണ്. അത് ഒരാൾ പോയാലും 600 രൂപ, 5 ആൾ പോയാലും 600 രൂപയാണ്. നമ്മൾ 6 പേരുണ്ടെങ്കിൽ 100 കൂടി കൂടുതൽ കൊടുക്കണം, അങ്ങനെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ടെമ്പിളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ പാർക്കൊക്കെ ഉണ്ടല്ലോ, ഗുരുമന്ദിരം പാർക്ക്. കുറേ ആൾക്കാർ വന്ന് പോകുന്നൊക്കെ ഉണ്ട് ഇവിടെ. ഏർമാടം കുഴപ്പമൊന്നുമില്ല അല്ലേ അവിടെ. ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ അവിടെ. പക്ഷികളൊക്കെ ഉണ്ടെന്ന് കരുതി വന്നപ്പോൾ കാക്ക മാത്രമേ ഉള്ളൂ അവിടെ. അതൊരു കാക്ക. 600 രൂപയ്ക്കുള്ള ആട്ടോ അടിക്ക് ഇതൊക്കെ ഇല്ലേ? 600 മുതലാക്കട്ടെ. 600 അല്ല, 640. ഞങ്ങൾ 640 പോയി. ആടി തീർക്കുന്നത് ഇവിടെ ഊഞ്ഞാലിരുന്ന് ആടി തീർക്കുന്നത്. ചൈനക്കാർ അവരുടെ ഭാഷയിൽ എന്ത് പറഞ്ഞാലും നമുക്കൊന്നും മനസ്സിലാകാത്തല്ലേ. അവരവരുടെ ഭാഷയിൽ എന്ത് പറഞ്ഞാലും. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരു പാർക്കുണ്ട്. പാർക്കിൽ ഇങ്ങനെ വെറുതെ പോസ്റ്റ് ആയിരിക്കുന്നു. അവിടെ വിദേശികളൊക്കെ വരുന്നുണ്ട്. നമ്മളിവിടെ നോക്കിയപ്പോൾ വലിയൊരു മെച്ചമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്? കുറേ കാടുമുണ്ട്, കുറച്ച് ചാലുകളുണ്ട്, അല്ല വേറൊന്നുമില്ല. പക്ഷെ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും വന്നിട്ട് ആ ഗുരുദേവൻ്റെ മന്ദിരവും പാർക്കും കണ്ടും പോകും. ഞങ്ങളതിനെ പതിവ് തെറ്റിച്ച് ഞങ്ങൾ കുറച്ച് വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. 50 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും ആരും അധികം ഉള്ളിലേക്ക് കയറാറൊന്നുമില്ല, കുറച്ചുള്ള പോക്ക്. അവള ഞാൻ ഇപ്പോൾ ഉള്ള പാതിരാമണലിലാണ്. അപ്പോൾ നല്ല കാട്ടിൻ്റെ ഉള്ളിലാണ്. ഇത് 50 ഏക്കറുള്ള സ്ഥലമാണ്. പക്ഷേ ഈ വനത്തിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാരും വരാറില്ല. എല്ലാവരും വരൽ നേരെ വഴിയുണ്ട് അവിടെ. ആ വഴിയിൽ വന്നാൽ എൻഡിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മന്ദിരം ഉണ്ടാവും.
പിന്നെ അതിന് ചുറ്റും ചെറിയൊരു പാർക്കുണ്ടാവും. ആ ഏരിയ കണ്ടിട്ട് എല്ലാവരും തിരിച്ചു പോക്കാണ്. പക്ഷേ അതിൻ്റെ വനത്തിൻ്റെ ഉള്ളിലേക്കൊന്നും ആരും കയറാറൊന്നുമില്ല. ഇവിടെ അധികവും മനുഷ്യർ വരാത്ത സ്ഥലങ്ങളാണ്. ഞങ്ങളങ്ങനെ കുറച്ചൊക്കെ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്നിട്ട് ലാസ്റ്റ് കുറേ കറങ്ങിയിട്ട് തിരിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വേറെ ബോട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. അവർ ബോട്ടുകാർ നമ്മളെ അവിടുന്ന് ഇങ്ങോട്ടാക്കി തരും, ഐലാൻഡിലേക്ക് ആക്കിയിട്ട് അവരെ നമ്പർ തരും. പിന്നെ നമ്മൾ എപ്പോഴാണ് തിരിച്ച് വരണ്ടേ ആ ടൈമിൽ വിളിച്ചാൽ അവർ വരും. ഞങ്ങളപ്പോൾ കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അവർ വേറെ ബോട്ട് കൊണ്ടാണ് വന്നത്. ഞങ്ങൾ വന്നത് വേറെ ബോട്ടിലാണ്, തിരിച്ചു പോകുന്ന വേറെയാണ്. കുറച്ച് ആൾക്കാർക്ക് ഇറക്കാണ്ടായിരുന്നു. അപ്പോൾ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ പോവുകയാണ്. ബോട്ടിലധികം ആൾക്കാരൊന്നുമില്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ വേറെ 2 പേരും കൂടിയുണ്ട്. അല്ലാതെ വേറെ ആൾക്കാരൊന്നുമില്ല. ഒറ്റയ്ക്കൊരു ഏരിയയിൽ ഏകാന്തവാസമായിട്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ് പാതിരാമണൽ. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ പോലെ പക്ഷികളെയൊന്നും കണ്ടൊന്നുമില്ല.